നമ്മൾ ദരിദ്രരോട് കാണിച്ച കരുണ, നമ്മുടെ സമ്പത്ത് പങ്കുവെച്ചത്, പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടച്ചത്, ഇതൊക്കെ മാത്രമാണ് സ്വർഗത്തിൽ നിനക്ക് നിധിയായിട്ട് ഉള്ളത് എന്ന് ഓർത്തുകൊള്ളുക. വിശക്കുന്നവൻ ആഹാരം കൊടുത്തു, വസ്ത്രമില്ലാത്തൊരു വസ്ത്രം കൊടുത്തു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചു, വീടില്ലാത്തവന് വീട് കൊടുത്തു. ഏതൊക്കെ വിധത്തില് നീ നിന്റെ സഹോദരങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അതൊക്കെ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ചെയ്ത നന്മകൾ. 2 കൊരിന്തോസ് 4:16-17 ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ, ഈ ശരീരം രോഗം വന്നു, സകലങ്ങൾ വന്നു ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികമാണ്. ഈ ജീവിതത്തിലെ ക്ലേശങ്ങൾ, സകലങ്ങൾ, ഇത് നിസ്സാരമാണ്, ഇത് ക്ഷണികമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്തിന്റെ നേട്ടമല്ല ഞങ്ങൾക്ക് വലുത്. അദൃശ്യമായ നേട്ടം സ്വർഗം, യേശുവിനോടൊത്ത് സ്വർഗത്തിലായിരിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കണം. തിരിച്ചറിയുക, ഞാനും നിങ്ങളും മരണമെന്ന സത്യത്തിലേക്ക് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഒരു ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കല്ലറ നമുക്ക് മുൻപിലുണ്ട്, അത് നമ്മൾ മറക്കണ്ട. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങള്, തകർച്ചകള്, നൊമ്പരങ്ങള്, രോഗങ്ങള്, ഇതെല്ലാം കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കണം. ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റണം. സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ പറ്റണം. സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ ഒരിക്കലും ദൈവത്തിനെതിരെ ചിന്തിക്കരുത്, ദൈവത്തെ നമ്മൾ ദുഷിക്കരുത്. കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളും വേദനകളും നമുക്ക് സമർപ്പിക്കാം. കുരിശെടുത്തുകൊണ്ട് ക്രൂശിതന്റെ പിന്നാലെ, മുറിവേറ്റ യേശുവിന്റെ പിന്നാലെ ഒരു യാത്ര, അതാണ് എന്റെയും നിങ്ങളുടെയും ജീവിത യാത്ര. കുരിശെടുത്തുകൊണ്ടുള്ളൊരു യാത്ര. നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടേ, കുരിശിൽ കിടക്കുന്ന യേശുവിനെ. യേശു കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പിടയുക. ആ കുരിശിന്റെ മറുപുറത്ത് ഒരാൾ കൂടി തറക്കപ്പെടാൻ ഇടമുണ്ട്. കുരിശിന്റെ മറുപുറത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആ കുരിശിന്റെ മറുപുറത്ത് തറക്കപ്പെടാൻ വേണ്ടി യേശു എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കാം. യേശുവിനെ തറച്ച കുരിശിന്റെ മറുപുറത്ത് ഒരാൾ കൂടി തറക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ തറക്കപ്പെടേണ്ടത് ഞാനാ. എന്റെ ഈ ശരീരം ആസക്തികൾക്ക്, ലോകമോഹങ്ങൾക്ക് തറക്കപ്പെടണം. ആസക്തികൾക്ക് ഞാൻ മരിക്കണം, ജഡമോഹങ്ങൾക്ക് ഞാൻ മരിക്കണം. ക്രിസ്തുവിനോടുകൂടെ ഞാൻ കുരിശിൽ മരിക്കണം. ക്രിസ്തുവിനോടുകൂടെ ഞാൻ കുരിശിൽ മരിച്ചെങ്കിലേ ക്രിസ്തുവിനോടുകൂടെ എനിക്ക് ഒരു ഉയർപ്പുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഈ ജഡത്തിന്റെ മോഹങ്ങൾ, സുഖങ്ങൾ, ജഡികാസക്തി, ഭോഗാസക്തി, മദ്യപാനം, ഭക്ഷണസുഖം, ലോകത്തിന്റെ സുഖങ്ങൾ, ഇതെല്ലാം അനുഭവിച്ച് ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കണ്ട. സഹിക്കുന്നവരെ നിങ്ങളാണ് ഭാഗ്യവാന്മാർ. നിങ്ങളുടെ സഹനത്തിന് സ്വർഗത്തിൽ വരെയുണ്ട്. കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് നമ്മളെ തറയ്ക്കാം. അവന്റെ സഹനത്തോട് ചേർത്ത് നമ്മുടെ ശരീരത്തെ വെച്ചുകൊടുക്കാം. അവന്റെ മുറിവുകളോട് ചേർത്ത് നമ്മുടെ മനസ്സിന്റെ മുറിവുകളും ശരീരത്തിന്റെ രോഗങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കാം. നമുക്ക് സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഹനങ്ങളിൽ പതറിപ്പോകണ്ട. നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തിപ്പെടുത്താൻ യേശു നിന്റെ കൂടെ ഉണ്ട്. 2 കരങ്ങളും എത്തിപ്പിടിച്ച് സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞേ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഞങ്ങളുടെ സഹനങ്ങളെ, വേദനകളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. അല്പങ്ങളുടെ സ്വരമുയർത്തി നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. യേശുവേ ഞങ്ങളുടെ തകർച്ചകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, എല്ലാ വേദനകളെ ഓർത്ത് യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ സഹനങ്ങൾക്കും നന്ദി, എല്ലാ കഷ്ടതകൾക്കും നന്ദി, എല്ലാ രോഗങ്ങൾക്കും നന്ദി, എല്ലാ വേദനകൾക്കും നന്ദി, ഒറ്റപ്പെടലിന്, തിരിച്ചടികൾക്ക്, പരാജയത്തിന്, എല്ലാറ്റിനും യേശുവേ നന്ദി.
എനിക്ക് യേശുവിനെ വേണം. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ അവനോട് കൂടെ നമ്മൾ സഹിക്കണം. അവനോടുകൂടെ സഹിച്ചെങ്കിലേ അവനോടുകൂടെ നിത്യതയിൽ, നിത്യ സൗഭാഗ്യത്തിൽ എനിക്ക് നിങ്ങൾക്കും ആകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ നിസ്സാരമായ സുഖങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പരക്കം പായരുത്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, അവന്റെ മുറിവിലേക്ക് നോക്കുക, അവന്റെ കുരിശിനെ കെട്ടിപ്പുണരുക. നിനക്ക് സ്വർഗമുണ്ട്. നിത്യതയിൽ ക്രിസ്തുവിന്റെ സന്തോഷത്തിൽ നിനക്ക് ആയിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. ലോകമോഹങ്ങൾ, ജഡസുഖങ്ങൾ, ആസക്തികളൊക്കെ നമുക്കൊന്ന് വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് സഹിച്ച് അവന്റെ മുറിവിനോട് ചേർത്ത് ജീവിതം വെച്ചുകൊടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. സഹനങ്ങളിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ക്രിസ്തുവിനെ തറച്ച കുരിശിന്റെ മറുപുറത്ത് ഞാനും നിങ്ങളും തറയ്ക്കപ്പെട്ട് അവനോട് ഒന്നായിത്തീരണം, അവനോട് ഐക്യപ്പെടണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എണീക്കാം. കുരിശിൽ പീഡ സഹിച്ചു മരിച്ച യേശു ഉയർത്തിനിറ്റു. ആ യേശു ഈ തിരുവോസ്തിയിൽ മഹത്വപൂർണനായിട്ട് എഴുന്നള്ളിയിരിക്കുന്നു. എനിക്ക് വേണ്ടി യേശു സഹിച്ചു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ യേശു പീഡനം ഏറ്റുവാങ്ങിയത്. യേശു സഹനങ്ങളിലൂടെ കടന്നുപോയി. ഞാനും നിങ്ങളും സഹനങ്ങളിലൂടെ കടന്നുപോയേ മതിയാവത്തുള്ളൂ. സഹനമില്ലാതെ ഒരു ക്രൈസ്തവ ജീവിതമില്ല. സഹനമില്ലാതെ എനിക്ക് നിങ്ങൾക്കും ഒരു വിശ്വാസ ജീവിതമില്ല. സഹനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആത്മാവാണ്. ആത്മാവിനാണ് വില. ഈ ലോകം മുഴുവൻ നീ നേടിയാലും സമ്പത്തോ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ പണമോ പ്രശസ്തിയോ എന്തുമായിക്കൊള്ളട്ടെ, എന്തൊക്കെ നേടിയാലും ഇവിടെ നിന്ന് നീ മടങ്ങുമ്പോൾ നീ ഒന്നും കൊണ്ടുപോകത്തില്ല. എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല. തിരിച്ചറിയുക, ജീവിക്കുന്ന നാൾ നമുക്ക് യേശുവിനെ സ്നേഹിക്കാം. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാവർക്കും നന്മ ചെയ്യാം, ഉപകാരം ചെയ്യാം. ആരൊക്കെ നമ്മുടെ അടുക്കൽ സഹായത്തിന് വന്നാലും അവരെ സഹായിക്കണം. നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കണം. നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കണം. മറ്റുള്ളവരെ നമ്മുടെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. നമ്മളെ വേദനിപ്പിച്ചവർക്കെല്ലാം, നമുക്ക് സഹനം ഒരുക്കി തന്നവർക്കെല്ലാം നമുക്ക് മാപ്പ് കൊടുക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാതൽ ഉയർത്തുന്നിട്ട് യേശു ക്രിസ്തുവ. ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി സഹിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും സഹനത്തിന്റെ വഴിയിലൂടെ കടന്നു പോയേ മതിയാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാവും. സഹനങ്ങൾ വരുമ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ സഹനങ്ങളിൽ ശക്തിപ്പെടുത്തും. നമുക്ക് സഹനമുണ്ടാകുമ്പോൾ, തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് യേശു പോകത്തില്ല. യേശു നിന്റെ കൂടെ ഉണ്ട്. യേശു നിന്നെ ഒരിക്കലും മറക്കത്തില്ല. നിന്റെ കണ്ണുനീരിലും വേദനകളിലും സഹനങ്ങളിലും യേശു നിന്റെ കൂടെയുണ്ട്. നീ വിശ്വസിക്കണം. അവന്റെ സഹനത്തോട് ചേർത്ത് നമ്മുടെ രോഗങ്ങൾ വെച്ചു കൊടുക്കാം. ക്യാൻസർ, ട്യൂമർ, കിഡ്നി രോഗം, മറ്റെല്ലാ രോഗങ്ങൾ, കടബാധ്യത, മറ്റ് ശാരീരിക സഹനങ്ങൾ, ശരീരത്തിന്റെ സഹനങ്ങൾക്ക് അപ്പുറം ഒരു മേഖലയുണ്ട്. മനസ്സ് ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ. ഒരുപക്ഷെ ഇത് ആരോടും പറയാൻ പറ്റില്ല. മനസ്സ് അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഈശോട് പറഞ്ഞ്, ശരീരത്തിന്റെ രോഗങ്ങൾ കർത്താവിന് കൊടുത്ത്, കുടുംബം അനുഭവിക്കുന്ന തകർച്ചകളും സഹനങ്ങളും യേശുവോട് പറഞ്ഞ്, ഈ സഹനങ്ങളിൽ യേശു നിന്നെ സഹായിക്കും. യേശു നിനക്ക് ബലം നൽകും. സഹനങ്ങളിൽ കർത്താവ് നിന്നെ കൈവിട്ടു പോകത്തില്ല. സന്തോഷമായിട്ട് ആര് സഹിക്കുന്നുവോ അവർ കർത്താവിന് പ്രിയപ്പെട്ടവരാ. പരാതി കൂടാതെ ആര് സഹിക്കുന്നുവോ അവർ യേശുവിന് വേണ്ടപ്പെട്ടവരാ. ഹല്ലേലൂയ. എല്ലാവരും കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, സ്വരമുയരട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഞങ്ങളെ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. വേദനകളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ, നൊമ്പരങ്ങളെ, തകർച്ചകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ മുറിവുകളോട് ചേർത്ത് സഹിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. യേശുവേ,
യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയണം. കുരിശിൽ കിടന്ന് മുറിവേറ്റ് അപമാനമേറ്റ് പിടയുന്ന യേശു, ആ യേശുവിന്റെ മുറിവിലേക്ക് നോക്കി യേശുവിനെ ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവ് സഹിച്ച യേശുവാ. നമ്മുടെ കർത്താവ് പീഡകളിലൂടെ സഹനങ്ങളിലൂടെ പോയ യേശുവാ. ഹല്ലേലൂയ. ലോകത്തിന്റെ സുഖങ്ങളും ജഡത്തിന്റെ സുഖങ്ങളും മോഹങ്ങളും തേടിയുള്ള ഒരു ജീവിത വഴിയല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വഴി. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശ്വാസ ജീവിതമാ നമുക്ക് ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ. ഈ അടുത്ത നാളില് ഞങ്ങൾ ബോംബെ വസായില് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു കുടുംബം അവരുടെ മക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അവർക്ക് ജനിച്ച 3 കുട്ടികളും തളർന്ന കുട്ടികളാണ്. മൂത്ത കുട്ടിക്ക് ഒരു 12 വയസ്സുണ്ടോ, ഒന്നും സംസാരിക്കത്തൊന്നുമില്ല, ഒരു തളർന്ന കുട്ടി. പിന്നീട് ജനിച്ച 2 കുട്ടികൾ തളർന്ന കുട്ടികളാണ്, സംസാരിക്കത്തില്ല, ഒരു ചലനമില്ല. ഇങ്ങനെ ഒരു 3 കുഞ്ഞുങ്ങൾ, ആ അപ്പനും അമ്മയും ആ മകളുടെ അമ്മയും ഒക്കെ ഉണ്ട്. 3 കുഞ്ഞുങ്ങളും ഒരുപോലെ തളർന്ന കുട്ടികൾ. ജീവിതം മുഴുവൻ സഹനമാ. പക്ഷേ അവർക്ക് ദൈവത്തോട് ഒരു പരാതിയുമില്ല, ഒരു പരാതിയുമില്ല. ഇന്ന് ഞാൻ മുണ്ടക്കയം ചിറ്റടിയിൽ, ഇന്നലെ രാത്രി ഞാൻ പോയിരിക്കായിരുന്നു. മുണ്ടക്കയം ചിറ്റടിയിൽ ഇന്ന് നടന്ന പകൽ കൺവെൻഷൻ. രാവിലെ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ അപ്പൻ ഇങ്ങനെ കയ്യിലെടുത്തിരിക്കുക. 8 വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടി. അവന്റെ കൈകാലുകളൊക്കെ വിരൽ പോലെ ഇങ്ങനെ ശോഷിച്ച കൈകാലുകൾ, അസ്ഥികൂടം മാത്രം, സംസാരിക്കത്തില്ല, കണ്ണിങ്ങനെ ചെറുക തുറക്കും, ഒന്നും അറിയത്തില്ല. ജനിച്ച നാൾ മുതൽ ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായിട്ടൊരു അപ്പൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുക. ഞാൻ ചോദിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കുഞ്ഞിനെ അപ്പൻ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ അമ്മ നിന്ന് കരയുക. ഞാൻ ചോദിച്ചു, ഈ ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഈ ഒരു കുഞ്ഞേ ഉള്ളൂ. ജീവശവം പോലെ കിടക്കുന്ന അസ്ഥി മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ്, 8 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്. പരാതിയില്ല. കർത്താവ് ആ കുഞ്ഞിനെ കൊടുത്തത് പരാതിയില്ല. കാരണം ആ കുഞ്ഞ് മനസ്സറിഞ്ഞ് ഒരു പാപം പോലും ചെയ്യുന്നില്ല. ആ കുഞ്ഞ് ഒരു വിശുദ്ധനാ. ആ കുഞ്ഞിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധരാ. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വിശുദ്ധരാ. ആ കുഞ്ഞൊരു വിശുദ്ധനാ. അവനൊരു പാപം ചെയ്യാൻ അറിയത്തില്ല. പാപത്തെ കുറിച്ച് ചിന്തിക്കാൻ ആ കുഞ്ഞിന് ശേഷിയില്ല. സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ഈ സഹനത്തിന്റെ അപ്പുറം നിത്യതയിൽ കർത്താവ് നിത്യമായ ആനന്ദം നമുക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ഏതാനും വർഷം മുൻപ് ഞാനൊരു ഇടവക ധ്യാനത്ത്, ഏതാനും വർഷം 10 വർഷത്തിന് പുറകിലാണ്, ഇടവക ധ്യാനം നടത്തുമ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടുത്തെ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ആ കുടുംബത്തിലെ അപ്പൻ മദ്യപാനിയായ അപ്പൻ. അവരുടെ മൂത്ത മകൻ മന്ദബുദ്ധിയാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇളയ 2 ആൺകുട്ടികളുണ്ട്, 3 മക്കളാ. ആ മക്കളൊക്കെ ഇന്ന് പഠിക്കുന്നു. ഈ മൂത്ത കുട്ടിയെ കാണാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ചെന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ ചേച്ചിയുണ്ട്. അവിടുത്തെ വികാരിയച്ഛൻ പറയുക, ബ്രദറെ, ആ സ്ത്രീ ഒരു വിശുദ്ധയാണ്. ആ സ്ത്രീ ഒരു വിശുദ്ധയാണ്. അതുപോലെ അവൾ സഹിക്കുന്നുണ്ട്. ഭർത്താവിന്റെ പീഡനം, ക്രൂരമായ പീഡനം സഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു എതിരുമില്ല, ഒരു പരാതിയില്ല. അത്രമാത്രം സഹിക്കുന്നൊരു സ്ത്രീ. ഞാൻ ആ വീട്ടിൽ ചെന്ന് കാണുവാനായിട്ട് ആ വീട്ടിൽ ചെന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ മൂത്ത മകൻ അന്ന് ഒരു 30 വയസ്സിന് വേണ്ടി 30 വയസ്സ് പ്രായമുണ്ട്. അതായത് വീടിൻ്റെ ഒരു മുറിക്കകത്ത്
കാലിൽ ഒരു ചെങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. അജാനുബാഹുവായി വണ്ണമുള്ള വലിയ ഒരു മനുഷ്യൻ, ഒരു 6.5 അടി പൊക്കം വരും. ചിലപ്പം ഈ അമ്മയൊക്കെ കയറി ചെല്ലുമ്പോൾ അമ്മ ഇവൻ കൈകൊണ്ട് പൊക്കിയെടുത്തിട്ട് ദൂരോട്ടിടും. അതുപോലെ ആരോഗ്യമുള്ള, പക്ഷെ മന്ദബുദ്ധിയാണ്, ഒന്നും അറിയത്തില്ല. ഞാനെന്നാ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇവനെ കിടത്തിയിരിക്കുന്ന മുറി ആ കട്ടിലോട് കേട്ട് കാലെ ചങ്ങനിട്ടിരിക്കുക ഓടിപ്പോയിരിക്കാനായിട്ട്. എന്നിട്ട് ആ വീടിന്റെ പുറകുവശത്തെ ജനലിന്റെ അകത്ത് ഇവിടെ താഴേക്കൊരു കയറിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചെന്നിട്ട് എത്തി നോക്കിയപ്പോൾ താഴെ ഒരു പശു ഉണ്ട്. പശുവിന്റെ കയറ അത് ഇവന്റെ കയ്യിൽ കൊടുത്തിരിക്കുക. അവന് പശുവിനെ വലിയ ഇഷ്ടമാണ്. അവനിങ്ങനെ പശുവിനെ ഇങ്ങനെ പിടിച്ചു വലിക്കും, ഇങ്ങനെ അനക്കിക്കൊണ്ട് ഈ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണ് മന്ദബുദ്ധിയായ ഒരു മകൻ. ആ വികാരിയച്ഛൻ പറയുക, ബ്രദറെ, ആ സ്ത്രീ ഒരു വിശുദ്ധയാ, ജീവിക്കുന്ന വിശുദ്ധയാ. അതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആരോടും ഒരു പരാതിയില്ലാതെ സഹിക്കുന്ന ഒരു സ്ത്രീ. അടുത്ത നാളില് ഒരു ശവസംസ്കാര ചടങ്ങില് ആ ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടു. ഓടി വന്നെടുക്കുന്ന വർത്താനമൊക്കെ പറഞ്ഞു. ആ മകൻ ഏതാനും മാസം മുൻപ്, 2-3 മാസം മുൻപ് അവൻ മരിച്ചു. അവനാണ്ട് 10-42 വയസ്സായി, ഒരു മന്ദബുദ്ധിയായിട്ട് ജീവിച്ച് മരിച്ചു. പക്ഷേ മദ്യപാനിയായ അപ്പനാണെങ്കിലും അപ്പൻ വളരെ സ്നേഹമായിരുന്നു ഈ മകനോട്. അപ്പനും മകനെ ശുശ്രൂഷിച്ചു, അമ്മ ശുശ്രൂഷിച്ചു. അവൻ ഈ ലോകത്തു നിന്ന് യാത്രയായി. ജീവിതം മുഴുവൻ കർത്താവ് സഹനം അനുവദിച്ചാലും കർത്താവിന്റെ കുരിശിലേക്ക് നോക്കി, അവന്റെ മുറിവിലേക്ക് നോക്കി അവനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തില് രോഗമുണ്ടാകും, തകർച്ച ഉണ്ടാകും, സഹനമുണ്ടാകും, പരാജയമുണ്ടാകും, സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഒരുപക്ഷെ സ്നേഹിച്ചവരൊക്കെ നമ്മളെ കൈവിട്ടു പോകും. എന്നാലും യേശു നിന്നെ കൈവിടത്തില്ല. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ. സഹിക്കുന്നവരെ നിങ്ങൾക്ക് കർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടമുണ്ട്. യേശുവിന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ സഹിക്കുന്നവർക്കിടമുണ്ട്, കരയുന്നവർക്കിടമുണ്ട്, വേദനിക്കുന്നവർക്ക് യേശുവിന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ ഇടമുണ്ട്. നിന്റെ കണ്ണുനീര്, സഹനങ്ങള്, വേദനകള് യേശു അറിയുന്നുണ്ട്. ഈ സഹനങ്ങളും വേദനകളും നിന്റെ കുടുംബത്തിന് തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കും. നിന്റെ സഹനങ്ങളിലൂടെ നിന്നെ കർത്താവ് വിശുദ്ധീകരിക്കും. നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിൽ, നിത്യ സൗഭാഗ്യത്തിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു മഹത്വത്തിന്റെ സീറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വെളിപാട് 3-ാം അധ്യായം 21-ാമത്തെ വചനം, ഞാനായിരിക്കുന്നിടത്ത് അവനും എന്നോടൊത്ത് ആയിരിക്കും. ഈ ഭൂമിയിൽ കർത്താവിന്റെ കൂടെ നടന്നാൽ, സഹനങ്ങളെ ഏറ്റെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറാൻ പോകുക. സഹനങ്ങളെ ഓർത്തൊരിക്കലും ദൈവത്തെ തള്ളിപ്പറയരുത്, ദൈവത്തെ പഠിക്കരുത്. സഹനങ്ങൾ നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന്, നമ്മുടെ അനുഗ്രഹത്തിന്, സ്വർഗത്തിലേക്ക് പറന്ന് ഉയരാനുള്ള ചിറകുകളാ സഹനങ്ങൾ. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ ചിറക് വേണം. എനിക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചേ മതിയാവത്തുള്ളൂ. ആ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇവിടെ അനേക മക്കള്, അനേക ആയിരങ്ങളിൽ കൺവെൻഷൻ പങ്കെടുക്കുക. നമുക്ക് 2 കരമൊന്ന് എത്തിപ്പിടിക്കാം. നമ്മുടെ സഹനങ്ങൾക്ക്, കണ്ണുനീരിന്, തകർച്ചകൾക്ക് നന്നായിട്ടൊന്ന് സ്തുതിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തട്ടെ. ശക്തമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. ഞാൻ എല്ലാ തകർച്ചകളെ ഓർത്ത് യേശുവേ നന്ദി പറയുന്നു. രോഗങ്ങളെ, പീഡകളെ, തിരസ്കാരങ്ങളെ ഓർത്ത്, അപമാനങ്ങളെ ഓർത്ത് യേശുവേ നന്ദി പറയുന്നു. എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ മുറിവുകളോട് ചേർത്ത് വെച്ച് സഹിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ യേശുവേ. ഹല്ലേലൂയ.